ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. യാ റബ്ബനാ ലക്കൽ ഹംദു കമാ യൻബഗി ലിജലാലി വജ്ഹിക് വഅളീമി സുൽത്താനിക്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്വാജിഹി വദുർരിയാതിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ദുനിയാവിലും ആഖിറത്തിലും വിജയികളായി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. കഴിവിൻ്റെ പരമാവധി ചെറുതും വലുതുമായ എല്ലാ തിന്മകളിൽ നിന്നും എല്ലാ തെറ്റുകളിൽ നിന്നും മാറി നിൽക്കുകയും കഴിയുന്നത്ര നന്മകൾ ചെയ്തുകൊണ്ട് അല്ലാഹു തൃപ്തിപ്പെടുന്ന ജീവിതം നയിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളെല്ലാവരും അതുപോലെ ലോകത്തുള്ള കോടാനുകോടി മുസ്ലിം സമുദായം പരിശുദ്ധ റമളാനിനെ വരവേൽക്കുവാൻ, സ്വാഗതം ചെയ്യുവാൻ ഒരുങ്ങി നിൽക്കുകയാണ്. വിശുദ്ധ റമളാൻ കടന്നു വരുമ്പോൾ ആരോഗ്യത്തോടുകൂടെ, നല്ല നിയ്യത്തോടുകൂടെ, നല്ല മനസ്സോടുകൂടെ റമളാനിൽ അള്ളാഹുവിന് ഇബാദത്തുകൾ നിർവഹിക്കുവാൻ, പുണ്യകർമ്മങ്ങൾ നിർവഹിക്കുവാൻ അള്ളാഹുവെ തൗഫീക്ക് ചെയ്യണേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് ആളുകൾ. അല്ലാഹുമ്മ ബല്ലിഗ്നാ റമളാൻ എന്നിങ്ങനെയുള്ള പ്രാർത്ഥനകൾ നിങ്ങൾക്കറിയാം. അള്ളാഹുവെ വിശുദ്ധ റമളാൻ ഞങ്ങൾക്ക് ആഗതമാക്കി തരണമേ. അതാഗതമാകുമ്പോൾ റമളാൻ കടന്നു വരുമ്പോൾ നോമ്പ് നോൽക്കുവാനും ഇബാദത്തുകൾ ചെയ്യുവാനും മറ്റുള്ള നന്മകളും പുണ്യകർമ്മങ്ങളും ചെയ്യുവാനും ആരോഗ്യവും സന്മനസ്സും നമുക്കുണ്ടാകുവാനും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. എങ്ങനെയാണ് പ്രിയമുള്ളവരെ ഈ പരിശുദ്ധമായ മാസത്തെ നമ്മൾ സ്വാഗതം ചെയ്യുക? എങ്ങനെയാണ് സ്വാഗതം ചെയ്യുക? തീർച്ചയായിട്ടും നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ദുനിയാവിൽ സൃഷ്ടിക്കപ്പെട്ടത്, ഈ ലോകത്ത് വന്നത് എന്തിനാ? ഇത് ഒരു കൃഷിയിടത്തിലേക്ക് ഒരു കർഷകൻ പോകുന്നത് പോലെ നമ്മൾ ഈ ദുനിയാവിലേക്ക് വന്നിരിക്കുക കൃഷി ചെയ്യാൻ. എവിടേക്കുള്ള കൃഷി ചെയ്യുവാൻ? ആഖിറത്തിലേക്കുള്ള കൃഷി ചെയ്യുവാൻ. ആ കൃഷിക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് വിശുദ്ധ റമളാൻ വരുമ്പോൾ നമുക്കുണ്ടാകുന്നത്. റമളാനിൽ ഒരുപാട് പുണ്യങ്ങൾ കരസ്ഥമാക്കാൻ നമുക്ക് കഴിയും. നിങ്ങൾ നോക്കൂ, 1000 മാസങ്ങളെക്കാൾ ഉത്തമമായ ഒരു രാത്രി, ഒരു രാവ് ഈ വിശുദ്ധ റമളാനിലാണ്. 1000 മാസങ്ങളെക്കാൾ ഖൈറും മിൻ അൽഫി ഷഹർ എന്നാണ് വിശുദ്ധ ഖുർആന്റെ പരാമർശം. അത്രയും ദീർഘമായ കാലഘട്ടം നന്മ ചെയ്താൽ കിട്ടുന്ന പ്രതിഫലത്തെക്കാൾ ഉത്തമമാണെന്ത്? വിശുദ്ധ റമളാനിലെ അവസാനത്തെ ആ ഒറ്റയിട്ട രാവുകളിൽ ഉണ്ടാകുന്ന ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന രാവിൽ. അപ്പോൾ അങ്ങനെയുള്ള അസുലഭമായിട്ടുള്ള മുഹൂർത്തങ്ങൾ, സന്ദർഭങ്ങൾ ഈ റമളാനിലാണ്. നിങ്ങൾ നോക്കൂ, റമളാനിൽ ഒരു ഉംറ ചെയ്താൽ എന്താ പ്രതിഫലം? പൂർണ്ണമായൊരു ഹജ്ജിൻ്റെ കൂലിയാ, ഒരു ഹജ്ജിൻ്റെ പ്രതിഫലമാണ് റമളാനിൽ ഒരു ഉംറ ചെയ്താൽ നമുക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വലിയ പ്രതിഫലമാണ് നമുക്ക് കിട്ടുന്നത് എന്ന് ഓർക്കുക. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, നമ്മൾ ഈ സുന്നത്ത് നമസ്കാരങ്ങൾ, അതുപോലെ നമ്മുടെ ഖുർആനിൻ്റെ പാരായണം, ഇപ്പോൾ ഈ റമളാനിനെ എങ്ങനെ സ്വാഗതം ചെയ്യുമെന്ന് ചോദിച്ചാൽ പണ്ഡിതന്മാർ ഓരോ കാര്യങ്ങളും വളരെ വ്യക്തമായിക്കൊണ്ട് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഈ മാസത്തിൻ്റെ പ്രത്യേകത എന്താ? ഇത് ഷഹ്റുൽ ഖുർആൻ, ഖുർആനിൻ്റെ മാസമാണ്, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ്. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ്. സുഹൃത്തുക്കളെ, ഖുർആനാണ് നമ്മുടെ ഇമാം, ഖുർആനാണ് നമുക്ക് രക്ഷ കിട്ടാനുള്ള ഏക കിതാബ്.
ഈ കിതാബ് അള്ളാഹുവിൻ്റെ കിതാബാണ്, അള്ളാഹുവിൻ്റെ കലാമാണ്. ഇത് ഈ റമളാനിൽ നമ്മൾ കൂടുതലായിട്ട് പാരായണം ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ആളുകൾ സാധാരണ എന്ത് ചെയ്യും, സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ നാസ് വരെ ഓതും, ഖത്തം തീർക്കും. അങ്ങനെ ചെയ്യണം നമ്മൾ. പക്ഷേ റമളാനിലാകുമ്പോഴോ ഒന്നുകൂടെ ഈ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് എന്നുള്ള നിലക്ക് കൂടുതൽ നല്ല നിയ്യത്തോടുകൂടെ പല തവണ, ഒന്നിലധികം തവണ ഇത് ആവർത്തിച്ച് പാരായണം ചെയ്യുവാനും അതുപോലെ അർത്ഥവും ആശയങ്ങളും പഠിക്കുവാനും നമ്മൾ സമയം കാണുകയും അതിനുള്ള സന്മനസ് നമുക്കുണ്ടാകുകയും ചെയ്യേണ്ടതുണ്ട്. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണല്ലോ റമളാൻ. അതുകൊണ്ടാണ് റമളാന് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് എന്ന് പോലുമാണ് പണ്ഡിതന്മാരൊക്കെ വിശദീകരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ റമളാനെ നമ്മൾ സ്വാഗതം ചെയ്യുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഒന്നാമതായിട്ട് മനസ്സിലാക്കുക, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ ശഹ്രി റമളാന സുഫിദതി ശയാത്തീൻ വമറദത്തുൽ ജിന്ന് വഗുല്ലികത് അബ്വാബുൻ നാർ ഫലം യുഫ്തഹ് മിൻഹാ ബാബുൻ വഫുതിഹത് അബ്വാബുൽ ജന്ന ഫലം യുഗ്ലഖ് മിൻഹാ ബാബുൻ വയുനാദി മുനാദിൻ മിനസ് സമാ യാ ബാഗിയൽ ഖൈർ അഖ്ബിൽ വയാ ബാഗിയൽ ശർ അഖ്സിർ വലില്ലാഹി ഉതകാഉം മിനൻ നാർ വദാലിക കുല്ലു ലൈല. ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഹദീസാണിത്. ഈ ഹദീസ് തന്നെ മാത്രം മതി ഈ വിശുദ്ധ റമളാന്റെ മഹത്വം, അതിൻ്റെ ഗാംഭീര്യം, അത് പ്രിയമുള്ളവരെ ഒരു വിശ്വാസം, ഈമാന്, പരലോകത്തെ രക്ഷങ്ങനെ ആഗ്രഹിക്കുന്ന, മനസ്സിൽ കൊതിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു റമളാൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഒരു പൂക്കാലം എന്ന് നമ്മൾ പറയുന്നത് പോലെ മനസ്സിന് സന്തോഷം, ഒരു സമാധാനമൊക്കെ ഉണ്ടാവും. കാരണം എന്താ, എനിക്ക് റമളാൻ വന്നാൽ കൂടുതൽ അമൽ ചെയ്യാം, ഒരുപാട് പ്രതിഫലം കരസ്ഥമാക്കാം, അങ്ങനെ അള്ളാഹിൻ്റെ സാമീപ്യം എനിക്ക് കിട്ടും, അള്ളാഹുവിൻ്റെ ഇഷ്ടം എനിക്ക് സമ്പാദിക്കാം, നരകത്തു നിന്നുള്ള രക്ഷ ഉണ്ടാക്കാം എന്നുള്ള മോഹം ഉണ്ടാവും. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ ശഹ്രി റമളാന, റമളാനിൻ്റെ ഒന്നാമത്തെ രാത്രിയായി കഴിഞ്ഞാൽ സുഫിദതി ശയാത്തീൻ, പിശാചുക്കളെ ബന്ധിക്കുന്ന, പിശാചുക്കളെ ചെങ്ങലക്കിടുന്ന എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ, മറ്റ് മാസങ്ങളിൽ പിശാച്ച് നമ്മെ ദുർബോധനം നടത്തുന്നത് പോലെ, നമ്മെ തെറ്റിലേക്ക് നയിക്കുന്നത് പോലെ റമളാനിൽ അങ്ങനെ നയിക്കാൻ പിശാച്ചിന് കഴിയൂല. അതിന് ചെങ്ങലക്കിടും എന്നുള്ളതാ. എന്നിട്ട് പറയാണ്, എന്താ പറയുന്നത്? വമറദത്തുൽ ജിന്ന്, അതുപോലെ ജിന്നുകളിൽപ്പെട്ട പിശാച്ച്, അതിൻ്റെയും ശല്യം തീർച്ചയായും നിയന്ത്രിക്കപ്പെടും. വഗുല്ലികത് അബ്വാബുൻ നാർ, നരകത്തിൻ്റെ കവാടങ്ങൾ അടക്കപ്പെടും. മറ്റുള്ള മാസങ്ങളൊക്കെ നരകത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുക, ആളുകൾ നരകത്തിലേക്ക് പോകുന്ന പലതരം കർമ്മങ്ങളും ചെയ്യും. പക്ഷേ റമളാനിൽ അതിനുള്ള സാധ്യതകൾ അല്ലാഹു തആല കുറക്കും എന്നുള്ളതാണ്. എന്നിട്ടോ ഫലം യുഫ്തഹ് മിൻഹാ ബാബുൻ, നരകത്തിൻ്റെ കുറേ കവാടങ്ങളുണ്ട്. ആ കവാടങ്ങളിൽ ഒരു വാതിൽ പോലും, ഒരു ഗേറ്റ് പോലും, ഒരു ബാബ് പോലും തുറക്കുകയില്ല, എല്ലാം അടക്കപ്പെടുമെന്ന. എന്നാ സ്വർഗത്തിൻ്റെ വാതിലുകളോ വഫുതിഹത് അബ്വാബുൽ ജന്ന, സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടും. ആ സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുമ്പോൾ പ്രിയമുള്ളവരെ, ലോകത്ത് പലതരം ഒരുപാട് പാവപ്പെട്ട വിശ്വാസികൾ അതിനർഹരായിത്തീരും. അപ്പോൾ എനിക്കും നിങ്ങൾക്കൊക്കെ ആ തുറക്കപ്പെട്ട കവാടങ്ങളിലൂടെ സ്വർഗത്തിലേക്ക് കടക്കാനുള്ള യോഗ്യതയും അർഹതയും നമ്മൾ നേടിയെടുക്കേണ്ടതില്ലേ? അതിനുള്ള ഒരു ക്വാളിഫിക്കേഷൻ നമ്മൾ നേടിയെടുക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് നേടുക? നമ്മൾ നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കുക, മനസ്സിനെ നമ്മൾ പാപങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും കഴുകി ശുദ്ധീകരിക്കുക, കഴുകിക്കളയുക. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? ആ മനസ്സിനെ ശുദ്ധീകരിച്ച് ആ സ്വർഗത്തിലേക്ക് പോകാൻ നമ്മൾ റെഡിയാവണം. വയുനാദി മുനാദിൻ, വിളിച്ചു പറയുന്ന ഒരാൾ, വിളിച്ചു പറയുന്ന, അതായത് അല്ലാഹു തആല ഒരു മലക്കിനെ തന്നെ നിയോഗിക്കുന്ന, റമളാനിലെ ഓരോ ദിവസവും ഓരോ രാത്രിയും ആകാശത്തു നിന്നിങ്ങനെ വിളിച്ചു പറയുന്ന വയുനാദി മുനാദിൻ,
വിളിച്ചു പറയുന്ന ഒരു മലക്ക് ഇങ്ങനെ വിളിച്ചു പറയും, യാ ബാഗിയൽ ഖൈർ അക്ബിൽ, നന്മ ചെയ്യുന്ന മനുഷ്യ, നന്മ കൊണ്ട് നീ മുന്നിടൂ, നന്മകൾ കൊണ്ട് മുന്നോട്ട് പോകൂ. നമ്മളിപ്പോൾ പ്രിയമുള്ളവരെ, മൊത്തത്തിലെ ആളുകളുടെ ചിന്ത എന്താ? മറ്റുള്ള എന്തിനും ഏതിനൊക്കെ ആളുകൾ ഉഷാറായിരിക്കും. ആ ഒരു ആവേശവും ഒരു ഉഷാറും ഇബാദത്തുകൾ ചെയ്യാൻ, ഖുർആനൊന്ന് മറിച്ചു നോക്കാൻ, അതൊന്ന് പാരായണം ചെയ്യാൻ, പള്ളിയിലൊന്ന് പോകാൻ, ഒരു ജമാഅത്തിൽ പങ്കെടുക്കാൻ, ഒരല്പം ദുആ ചെയ്യുവാൻ, ഇതൊക്കെ ആളുകൾക്ക് മടിയാണല്ലേ? നമുക്ക് മടിയുണ്ടാകും. അത് ഉണ്ടാകാനും ഒരു പാടില്ല. നമ്മളെന്ത് ചെയ്യണം? നമ്മോട് പറയാ, മലായിക്കത്തുകൾ പറയാ, എന്ത്? യാ ബാഗിൽ ഖൈർ, നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മനുഷ്യ, നന്മ കൊണ്ട് നീ മുന്നിടൂ. വയാ ബാഗിയ ശർറ്, പാപങ്ങളും തിന്മകളും ദോഷങ്ങളും ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, ഷർറുകൾ, അവരോട് പറയാണ്, അക്സിർ, നീ ഒന്ന് ചുരുക്ക്, റമദാനാണ് കേട്ടോ, ചുരുക്ക്, നിന്റെ പാപങ്ങൾ ചുരുക്ക് എന്ന് പറയാ. എന്നിട്ട് അള്ളാഹിന്റെ റസൂല് പറയാണെന്ത്? വലില്ലാഹി ഉത്തഖാഉം മിനന്നാരി, അല്ലാഹു തആല ആളുകളെ നരകത്തിൽ നിന്നും മോചിപ്പിക്കും. വദാലിക കുല്ലു ലൈലത്തിൻ, റമദാനിന്റെ ഓരോ രാത്രിയിലും നരകവാസികളെ മോചിപ്പിക്കുന്ന നരകമോചനത്തിന്റെ മാസമാണ് റമദാൻ. ഓരോ രാത്രിയിലും, റമദാനിൽ 30 രാത്രി ഉണ്ടെങ്കിൽ ആ 30 രാത്രിയിലും അള്ളാഹു നരകവാസികളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, നരകത്തിൽ നിന്ന് നരകവാസികളെ മോചിപ്പിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഞാനും നിങ്ങളും, നമ്മളൊക്കെ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട് എങ്കിൽ ആ തെറ്റ് പൊറുക്കപ്പെടാൻ, ഒരു കാരണവശാലും നമുക്ക് നരകത്തിൽ പോകാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. അതിനുള്ള പ്രവർത്തനം നമ്മുടെ ഭാഗത്തുണ്ടാകണം. നിങ്ങൾ നോക്കൂ, വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ്. ഈ ഹദീസിലെ 5 കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നാ പറയുന്നത്. ഒന്നാമത്തത് എന്താ? അന്നശയാതീന തുസഫദു ഫി ഹാദ ശഹ്ർന, ഈ റമളാനില് പിശാചിനെ ബന്ധിപ്പിക്കപ്പെടും. മറ്റുള്ള മാസങ്ങളിലും ദിവസങ്ങളിലൊക്കെ പിശാച് നമ്മെ പല കാര്യത്തിനും ദുർബോധനം ചെയ്യും. എന്തിനൊക്കെ ദുർബോധനം ചെയ്യും? പിശാച് നമ്മുടെ മനസ്സിൽ തോന്നിപ്പിക്കും കോപിക്കാൻ. കോപം ഉണ്ടായിക്കഴിഞ്ഞാൽ പലതരം തെറ്റുകളും ചെയ്യും. അതുപോലെ നിങ്ങൾ നോക്കൂ, കുടുംബ ബന്ധം മുറിക്കുന്നു, അതുപോലെ തന്നെ എത്രയോ വലിയ തെറ്റുകളും തിന്മകളും ഒക്കെ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ ഈ പിശാചിനെ ബന്ധിക്കുമെന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ഇവിടെ പറയുകയാണ്? ആളുകൾ വിചാരിക്കോ ഇനി പിശാചിൻ്റെ ഒരു ശല്യം ഉണ്ടാകൂല, അതുകൊണ്ട് വെറും നന്മ മാത്രമേ ഉണ്ടാകുകയുള്ളൂ, റമളാനിൽ തിന്മയൊന്നും ഉണ്ടാകൂല എന്നാരും വിചാരിക്കേണ്ടയില്ല. ഇവിടെ പണ്ഡിതന്മാർ പറയാണ്, വലം യഖുൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇന്ന ശയാതീന തുഖ്തൽ ഔ തമൂതു ഫീ റമളാൻ, റമളാനിൽ പിശാചുക്കളെ അല്ലാഹു തആല കൊല്ലുമെന്നോ മരിപ്പിക്കുമെന്നോ ഒന്നും അള്ളാഹിന്റെ റസൂൽ പറഞ്ഞിട്ടില്ല. മറിച്ച് ചെങ്ങലക്കിടും, ഒരു നിയന്ത്രണം ഉണ്ടാകും എന്നേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ നോക്കൂ, റമളാനിലല്ലേ നമ്മുടെ നാട്ടിൽ പിന്നെ ഒരു ഭാഗത്ത് ഒരാൾ ഒരു ഭാര്യയെയും അദ്ദേഹത്തിൻ്റെ കുട്ടിയെയും ഒക്കെ വെള്ളക്കെട്ടിലിട്ട് കൊന്ന സംഭവം കഴിഞ്ഞ റമളാനിന് മുമ്പല്ലേ സംഭവിച്ചത്. അപ്പോൾ റമളാനിൽ പിശാചിൻ്റെ ഇതുപോലെയുള്ള ശല്യം, ദുർബോധനം അതുണ്ടാകും, ഉറപ്പാണ്. പക്ഷേ അതിന് കുറവുണ്ടാകും. അത് കുറവുണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സ് നന്നാകുകയും നമ്മൾ നല്ല ആളുകളായി മാറുകയും ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, വലിഹാദാ ദക്കറൽ ഉലമാ അന്ന ഹല്ലൽ അബ്ദി ഫീ റമളാന ഫീ സലാമതിഹി വവിഖായതിഹി മിൻ കൈദി ശൈത്താനി ബിഹസ്ബി ഹല്ലിഹി മിനസ് സിയാം. അവൻ്റെ നോമ്പ് എങ്ങനെയാണ്, ആ നോമ്പിൻ്റെ ഗുണങ്ങൾ എങ്ങനെയാണ്, അതിനനുസരിച്ചിരിക്കും പിശാചിൻ്റെ ദുർബോധനത്തിനുള്ള രക്ഷ. നമ്മുടെ നോമ്പ് വെറും അന്നപാനീയങ്ങൾ, ഭക്ഷണങ്ങൾ മാത്രം ഒഴിവാക്കിയിട്ടുള്ള വെറും ഒരു പട്ടിണിയാണെങ്കിൽ പിശാചിൻ്റെ ശല്യമൊക്കെ ഉണ്ടാവും. പിശാച് നമ്മളെ തെറ്റിലേക്ക് നയിക്കും. അതല്ല, നമ്മുടെ ചുണ്ടിനും നാവിനും കണ്ണിനും കാതിനും പിന്നെ ശരീരത്തിൻ്റെ മുഴുവൻ അവയവങ്ങൾക്കും സർവോപരി നമ്മുടെ മനസ്സിനും ഒക്കെ നോമ്പാണെങ്കിലോ, അപ്പോൾ പിശാചിൻ്റെ സംരക്ഷണം അല്ലെങ്കിൽ പിശാചിൻ്റെ ഉപദ്രവം നമുക്ക് കുറഞ്ഞു കിട്ടും എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ നോമ്പ് അങ്ങനെയായിരിക്കണം. നോമ്പ് നോറ്റു എന്ന് പറഞ്ഞിട്ട് നമ്മൾ മറ്റുള്ള തെറ്റുകളും തിന്മകളൊക്കെ ചെയ്താൽ അത് വലിയ കഷ്ടമായിരിക്കും.
പിന്നീട് പറയാണ് വൽ ഫളീലത്തു സാനി വസ്സാലിസ, രണ്ടാമത്തെയും മൂന്നാമത്തെയും ഒക്കെ ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ള ഗുണം എന്ന് പറയുന്നത് എന്താ? സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും എന്നുള്ളതാ. അതുപോലെ നരകത്തിന്റെ കവാടങ്ങൾ അടക്കപ്പെടും എന്നുള്ളതാ. അത് അള്ളാഹുവിന്റെ ഒരു ഔദാര്യമാണ് പ്രിയമുള്ളവരെ. റമദാൻ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയാണ്. സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരുപാട് അവസരങ്ങൾ, നരകത്തിൽ നിന്നുള്ള മോചനം. റമദാനിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ചെറിയ നന്മകൾക്ക് വലിയ പ്രതിഫലമാണ്. ഇപ്പോൾ ഒരു ഉംറ എന്ന് പറഞ്ഞാൽ ഒരു ഹജ്ജിന്റെ പ്രതിഫലം കിട്ടും നമ്മൾ പറഞ്ഞത്. അതുപോലെ ചില പണ്ഡിതന്മാരൊക്കെ പറയുന്നത് സുന്നത്തുകൾക്കൊക്കെ നിർബന്ധ കാര്യങ്ങളുടെ പിന്നെ പ്രതിഫലം കിട്ടുന്നുള്ളതാ. പിന്നെ വാജിബായിട്ടുള്ള കാര്യങ്ങൾക്കോ അതിന് എത്രയോ അനന്തമായ പ്രതിഫലം എന്നാ. അനന്തം എന്ന് പറഞ്ഞാൽ അറ്റമില്ലാത്ത പ്രതിഫലം എന്നുള്ളതാ. അപ്പൊ നമ്മൾ ധാരാളം ഇപ്പോൾ തന്നെ നമ്മുടെ ഈ റമളാനെ സ്വാഗതം ചെയ്യുക, അഹ്ലൻ റമളാൻ എന്നൊക്കെ പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? നമ്മുടെ നാടുകളിലെ റംസാൻ മാർക്കറ്റുകൾ അല്ലെങ്കിൽ റംസാൻ ചന്തകൾ എന്ന് എഴുതിയിട്ടുള്ള ആ പരസ്യം കണ്ട് അവിടേക്ക് ഷോപ്പിങ്ങിന് പോവുകയോ പർച്ചേസ് ചെയ്യുകയോ അല്ല, മറിച്ച് നമ്മുടെ മനസ്സിനെ നന്നാക്കുകയും ഈ റമളാനിൽ കൂടുതൽ കഴിഞ്ഞ എല്ലാ റമളാനിനേക്കാളും കൂടുതൽ ഞാൻ അള്ളാഹുവിലേക്ക് അടുക്കും, കൂടുതൽ വിശുദ്ധ ഖുർആനുമായി ബന്ധമുണ്ടാക്കും, കൂടുതൽ പള്ളികളുമായി ഞാൻ ബന്ധമുണ്ടാക്കും, കൂടുതൽ ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യും, കൂടുതൽ മരണത്തെ ഓർക്കും, കൂടുതൽ പാപങ്ങളെ സഹായിക്കും, കൂടുതൽ ക്ഷമ പാലിക്കും, കൂടുതൽ മാതാപിതാക്കൾക്ക് വേണ്ടി നന്മ ചെയ്യും, മരണപ്പെട്ടു പോയ ആളുകൾക്ക് ഞാൻ കൂടുതൽ കൂടുതൽ ദുആ ചെയ്യും. ഇങ്ങനെയുള്ള ഒരു ചിന്ത നമുക്ക് ഉണ്ടാകണം പ്രിയമുള്ള സഹോദരങ്ങളെ. നിങ്ങൾ നോക്കൂ, വൽ ഫളീലത്തു റാബിഅ അന്ന മുനാദിയൻ വഹുവ മലക്കും മിൻ മലായികത്തില്ലാ. കണ്ടോ, ഒരാൾ വിളിച്ചു പറയുന്ന, ആരാ വിളിച്ചു പറയുന്നത്? ഏതെങ്കിലും റോഡിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഒരാളല്ല, മറിച്ച് വഹുവ മലക്കും മിൻ മലായികത്തില്ലാ, റബ്ബുൽ ഇസ്സത്തിന്റെ മലായികത്തുകളിൽപ്പെട്ട ഒരു മലക്കാണ് വിളിച്ചു പറയുക, സന്തോഷമറിയിക്കാണ്. എന്താ അറിയിക്കുന്നത്? ആ മലക്ക് പറയാണ്, പിന്നെ യാ ബാഗിയൽ ഖൈർ അക്ബിൽ, നന്മ ചെയ്യുന്ന മനുഷ്യ നീ മുന്നിടൂ. പോക്കറ്റിൽ പൈസ ഉണ്ട്, ഉമ്മ ചോദിക്കാണ് റമളാനിൽ എനിക്കൊരു 500 റിയാൽ വേണം, അല്ലെങ്കിൽ ഒരു 1000 രൂപ വേണം. അപ്പൊ പണം ഉണ്ട്, ഉണ്ടായിട്ടും നമ്മൾ സാധാരണ പറയുന്ന ഒരു കളവ് അങ്ങോട്ട് പാസ്സാക്കുക. ഉമ്മ നിങ്ങൾ ഇന്നലെ ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ തരുമായിരുന്നു, ഇന്നലെ ഞാൻ വേറെ ആൾക്ക് കൊടുത്തു എന്നൊക്കെ പറയുക ആൾക്കാർ. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം? പിന്നെ മലക്ക് പറയണത് യാ ബാഗിയൽ ഖൈർ അക്ബിൽ, നീ നന്മ കൊണ്ട് മുന്നിടൂ. 500 ചോദിച്ചാൽ 600 കൊടുക്കാനുള്ള മനസ്സ്, അല്ലെങ്കിൽ അതൊരു യാതൊരു വൈമനസ്യവും ഇല്ലാതെ ഒരു വെറുപ്പുമില്ലാതെ ഉടനെ കൊടുക്കാൻ നമ്മുടെ മനസ്സ് പാകപ്പെടണം. ഇനി തിന്മ ചെയ്യുന്ന ആളോ, റമളാന് അല്ലേ, സമയമുണ്ട്, ജോലി പിന്നെ ഒരുപാട് ഫ്രീ ഉണ്ട് ടൈം, എന്നാൽ ഒരു സിനിമ കണ്ടു കളയാം എന്നൊരാൾ വിചാരിക്കുകയാണ്. അപ്പോൾ ഉടനെ അയാൾ 2 സിനിമ കാണാനുള്ള തയ്യാറെടുപ്പാണെങ്കിലോ? അതാ പറയും യാ ബാഗിയ ശർ അക്സിർ, തിന്മ ചെയ്യുന്ന മനുഷ്യ ചുരുക്കൂ ചുരുക്കൂ, നീ ഒന്ന് നിന്റെ പാപങ്ങൾ ചുരുക്ക് എന്ന് പറയാം. നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ഇതാരറിയാൻ? റമളാനിൻ്റെ ഓരോ രാവുകളിലും ആകാശ ലോകത്ത് നിന്ന് അള്ളാഹുവിൻ്റെ മലായികത്തുകൾ വിളിച്ചു പറയുമ്പോൾ പാപം ചെയ്യുന്ന മനുഷ്യൻ ആ പാപത്തിൻ്റെയും തിന്മയുടെയും ലോകത്തിങ്ങനെ മുഴുകിക്കൊണ്ടിരിക്കുക അല്ലേ? എത്ര ആളുകൾ ബാറുകളിൽ റമളാനിൽ മരിക്കപ്പെടുന്ന, പിന്നെ കത്തി കൊണ്ട് കുത്തേറ്റ് മരിക്കപ്പെടുന്ന മുസ്ലിം സഹോദരങ്ങളുടെ വാർത്തകൾ നമ്മൾ കേൾക്കാറില്ലേ? അങ്ങനെ എന്തെല്ലാം സംഭവങ്ങൾ. അല്ലാഹു തആല നമുക്ക് കാത്ത് രക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, എന്നിട്ട് പറയുകയാണ്, ഈ പിന്നെ പരിശുദ്ധമായ റമളാനിൽ നമ്മൾ നമ്മുടെ മനസ്സിന് നന്മകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? പാകപ്പെടുത്തിയെടുക്കണം. ഇപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പ്ലാൻ ഉണ്ടാകണം. നമ്മൾ പ്രത്യേകിച്ച് രാത്രിയൊക്കെ ജോലിയുള്ള ആളുകളുണ്ടാകും, എന്നാൽ പോലും ഞാൻ എന്ത് ചെയ്യും? ഇപ്പോൾ ഈ തറാവിയൊക്കെ നമസ്കരിക്കും, അതുപോലെ ജമാഅത്തായിട്ട് പരമാവധി നമസ്കരിക്കും. ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കൂ, ഇവിടെ പറയാണ് അൻ യഗ്തനിമു മൗസിമൽ ഖൈറാത്തി ബിൽ ഇഖ്ബാൽ അലൽ ഇബാദാത്ത്. ഈ ഒരു അനുകൂലമായ സാഹചര്യം നമ്മൾ എന്ത് ചെയ്യണം? ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് അതിനെ ധന്യമാക്കണം എന്നാ പറയുന്നത്. അപ്പോൾ
ആ ഒരു മനസ്സ് നമ്മൾ ഇപ്പോൾ തന്നെ ഒരുങ്ങേണ്ടതുണ്ട് എന്നാണ്. ഒരു 10 കാര്യങ്ങൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അതിലൊന്നാമതായിട്ട് പറയുന്നത് എങ്ങനെയാണ് അറിയുന്നത്? നസ്തഖ്ബിലുഹു ബിത്തൗബത്തി ഇലല്ലാഹിർ റഊഫിർ റഹീം അത്തവ്വാബ്. ഈ റമളാനിനെ നമ്മൾ സ്വാഗതം ചെയ്യേണ്ടത് തവ്വാബായ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എല്ലാ തൗബകളും സ്വീകരിക്കുന്ന. അല്ലാഹു തആല തൗബ തട്ടിമാറ്റുകയില്ല. ആത്മാർത്ഥമായ തൗബ അല്ലാഹു സ്വീകരിക്കും. അപ്പോൾ ഈ ആത്മാർത്ഥമായ തൗബ, ആ തൗബ എന്ത് ചെയ്യുക? ആരോട്? തവ്വാബായ, തൗബ സ്വീകരിക്കുന്ന, റഹീമായ, കരുണാനിധിയായ, റഊഫായ എന്ന് പറഞ്ഞതർത്ഥം കൃപ ചെയ്യുന്നവനായ, കൃപാലുവായ അള്ളാഹുവിനോട് എന്ത് ചെയ്യുക? തൗബ ചെയ്യുക. റമളാനിലേക്കാണ് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് ഇതുവരെ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ ചെറുതും വലുതുമായ തിന്മകളും പാപങ്ങളും റബ്ബേ എനിക്ക് പൊറുത്തു തരേണമേ, എനിക്ക് മാപ്പ് തരേണമേ, എനിക്ക് മാപ്പാക്കണമേ, എന്നോട് വിട്ടുവീഴ്ച കാണിക്കണമേ എന്ന് നമ്മൾ റബ്ബിനോട് പറയുക. എല്ലാ പാപങ്ങളും എന്തെല്ലാം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ നമ്മൾ ഒരു ദിവസം തന്നെ നമ്മൾ ചെയ്തെത്ര പാപങ്ങളുണ്ടാവും? നമസ്കാരം സമയം വഴുകി നമസ്കരിച്ചിട്ടുണ്ടാകാം, അല്ലേ? നമ്മുടെ വാക്കുകൾ, നമ്മൾ മറ്റുള്ള ആളുകളെ, അയൽവാസി അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്ന ഒരാളെ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടാകും, എന്തെല്ലാം നമ്മൾ തെറ്റുകൾ ചെയ്തിട്ടുണ്ടാകാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ. നമ്മൾ തൗബ ചെയ്യണം എന്ന ഒന്നാമതായിട്ട് പറയുന്നത്. രണ്ടാമതായിട്ട് പറയുന്നത് ഇസ്തിഷ്ആറുൽ ഫളലിൽ അലീം വൽ അജ്റുൽ കബീർ അൽ മുതറത്തബ് അല സിയാം. ഈ നോമ്പ് നമുക്ക് എന്ത് ചെയ്യണം? ഒരു ക്രമപ്രകാരം ഈ നോമ്പിനെ ഉപയോഗപ്പെടുത്താൻ നമ്മൾ പ്രത്യേകം നമ്മളെ ഒരു ബോധം നമുക്കുണ്ടാകണമെന്ന. എങ്ങനെയാണ് ബോധം ഉണ്ടാകുക? ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ലിഅന്ന തജ്ദീദൻ നിയ്യ, നിയ്യത്ത് നന്നാക്കുക എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, അടിവരയിട്ട് മനസ്സിലാക്കുക. ഈ റമളാനിലെ സൽക്കർമ്മങ്ങൾ കൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ എനിക്ക് യോഗ്യത ഞാൻ നേടും എന്നുള്ളൊരു തീരുമാനം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത്രമാത്രം നന്മകൾ ഞാൻ ചെയ്യുമെന്ന് നമ്മൾ ഉറപ്പ് വരുത്ത. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. നിങ്ങൾ നോക്കൂ, ഈ റമളാനിൽ ഈമാനോടുകൂടെ അള്ളാഹിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവൻ്റെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുമെന്നാണ്. 2 കാര്യങ്ങൾ വേണം. ഒന്ന് ഈമാന് വേണം, മറ്റൊന്ന് ഇഹ്തിസാബ്. എന്താണ് ഈമാന് എന്ന് ഇവിടെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഖാല അൽ ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് ഫി ഫത്ഹുൽ ബാരി അൽ മുറാദു ബിൽ ഈമാൻ അൽ ഇഅ്തിഖാദു ബി ഫർളിയത്തി സൗമിഹി. അദ്ദേഹം പറയുന്ന ഈമാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ റമളാനിലെ നോമ്പ് നിർബന്ധമാണ് എന്ന് പൂർണ്ണമായി നമ്മൾ വിശ്വസിക്കണം. ഇതിപ്പോൾ ഒരു ഇടങ്ങേറ് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് എന്നുള്ളതല്ല, മറിച്ച് അല്ലാഹു തആല നിർബന്ധമാക്കിയതാണ്, അത് എൻ്റെ കടമയാണ് എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ടാകണം. വഹ്തിസാബൻ, ഈ ഇഹ്തിസാബ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം രേഖപ്പെടുത്തുകയാണ് ത്വലബു സവാബ് മിനല്ലാഹി തആല. ഈ നോമ്പിൻ്റെ പ്രതിഫലം നമ്മൾ അള്ളാഹിനോട് തേടുക, അള്ളാഹുവിനോട് തേടുക. റബ്ബേ, ഞാനിതാ നോമ്പ് നോറ്റിരിക്കുന്നു, ഞാനിതാ നോമ്പ് നോറ്റ് പള്ളിയിൽ പോയിരിക്കുന്നു, ഞാനിതാ നോമ്പ് നോറ്റ് ഖുർആൻ നിന്റെ കലാമ് പാരായണം ചെയ്തിരിക്കുന്നു. റബ്ബേ, നിന്നോട് ഞാൻ ദുആ ചെയ്തിരിക്കുന്നു, ഞാൻ എൻ്റെ വന്ധ്യരായ മാതാപിതാക്കൾക്ക് നന്മ ചെയ്തിരിക്കുന്നു, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന്, ഞങ്ങളുടെ അറിവിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള പാവപ്പെട്ട ആ ഖബറിൽ കിടക്കുന്ന ആളുകൾക്ക് ഞാനിതാ മഗ്ഫിറത്തിനും മർഹമത്തിനും ദുആ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനോട് പ്രതിഫലത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതാണ് ഇമാം ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി പറയുന്നത്. പ്രിയമുള്ളവരെ, അതുപോലെ മറ്റ് പല പണ്ഡിതന്മാരും ആ കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ മൂന്നാമതായിട്ട് നമ്മൾ ഈ റമളാനിനെ എങ്ങനെ സ്വാഗതം ചെയ്യാമെന്ന് ചോദിച്ചാൽ ഇസ്തിഷ്ആർ അൽ ഫളൽ അൽ അലീം വൽ അജ്ർ അൽ കബീർ അൽ മുതറത്തബ് അലൽ ഖിയാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ഖിയാം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് രാത്രിയിലെ നമസ്കാരം, ഇപ്പം തറാവീഹ് നമസ്കാരം. ഇത് പിന്നെ നഷ്ടപ്പെടുത്തും പല ആളുകളും.
നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാങ്ങൾ, ഈ തറാവീഹ് നമസ്കാരം നിർവഹിക്കാൻ വേണ്ടിയിട്ട് സന്നദ്ധത കാണിക്കണം. ഇപ്പോൾ ആളുകൾക്ക് റമളാനിൽ രാത്രി ജോലി ഉണ്ടാകും, എന്നാൽ അവർ സ്വന്തമായിട്ട് നിർവഹിക്കണം. ഇപ്പോൾ പള്ളിയിലെ ജമാഅത്തിൽ കൂടാൻ കഴിയില്ല എങ്കിൽ എനിക്ക് ഞാൻ ചെയ്യേണ്ടതില്ല എന്ന് വിചാരിക്കേണ്ടതില്ല. മറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, രാത്രിയിൽ റൂമിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ക്ഷീണം ഉണ്ടാകും. എങ്കിൽ പോലും പ്രിയമുള്ളവരെ, നമ്മൾ ഒറ്റക്കാണെങ്കിൽ പോലും നമസ്കരിച്ചാൽ അല്ലാഹു തആല അത് രാത്രി നമസ്കാരമായിട്ട് സ്വീകരിക്കും, സംശയം വേണ്ട. അള്ളാഹിന്റെ റസൂൽ പറയുകയുണ്ടായി, മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും വിശുദ്ധ റമളാനിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈമാനോടുകൂടെ അള്ളാഹിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നമസ്കരിച്ചാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന സാധിക്കുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, പള്ളിയിൽ പോയിട്ട് നമസ്കരിക്കുക. ആളുകൾ എന്ത് ചെയ്യുന്നറിയോ, ഒരു 4 റക്അത്ത് നിസ്കരിച്ച് പിരിഞ്ഞു പോകും, എന്നിട്ട് പിന്നെ ചിലപ്പോൾ നമസ്കരിക്കൂല, ചിലപ്പോൾ നമസ്കരിക്കും. അങ്ങനെയൊന്നുമല്ല. അതൊരു എന്ത് ചെയ്യണം, ഇവിടെ പറയണം മുത്തറത്തബ് എന്ന് പറഞ്ഞാൽ ഒരു ചിട്ടയോടുകൂടെ ഒരു ക്രമപ്രകാരം എന്ത് ചെയ്യണം, അത് നമസ്കരിക്കണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് അതിൻ്റെ പ്രതിഫലമായിട്ട് രേഖപ്പെടുന്ന ഒരു കാര്യമുണ്ട്. അള്ളാഹിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇമാം അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസാണ്. എന്താ പറയുന്നത്, മൻ ഖാമ മഅൽ ഇമാമി ഹത്താ യൻസരിഫ കുതിബ ലഹു ഖിയാമുൽ ലൈല. അതായത് ഇമാമിൻ്റെ കൂടെ ഇമാം പിരിഞ്ഞു പോകുന്നത് വരെ ആരെങ്കിലും രാത്രി നമസ്കരിച്ചാൽ കുതിബ ലഹു ഖിയാമുൽ ലൈല, രാത്രി മുഴുവനും എഴുന്നേറ്റ് നിന്ന് നമസ്കാരത്തിൻ്റെ പ്രതിഫലം അവന് രേഖപ്പെടുത്തപ്പെടും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലായല്ലോ? ഇപ്പം നമ്മൾ ഒരു അരമണിക്കൂറാണ് ഇമാം നമസ്കരിച്ചതെങ്കിൽ, അല്ലെങ്കിൽ 3/4 മണിക്കൂറാണ് നമസ്കരിച്ചതെങ്കിൽ, ആദ്യാവസാനം വരെ ഇമാമിൻ്റെ കൂടെ നമസ്കരിച്ചാൽ ആ രാത്രി മുഴുവൻ, ഇപ്പോൾ 12 മണിക്കൂറാണെങ്കിൽ 10 മണിക്കൂറാണ് രാത്രിയെങ്കിൽ അത്രയും സമയം എഴുന്നേറ്റ് നിന്ന് നമസ്കരിച്ച പ്രതിഫലം നമുക്ക് ലഭ്യമാകും എന്നാ പറയുന്നത്. അപ്പോൾ രാത്രി നമസ്കരിക്കാൻ, തറാവീഹ് നമസ്കരിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക, പ്രത്യേകം ശ്രദ്ധ കാണിക്കുക. മറ്റൊന്നതിൽ പറയുന്നത് എന്താ, അൽ ഇബ്തിആദ് അൻ തളഈ അയ്യാമിഹി ബിന്നൗം വലയാലിഹി ബിസ്സഹർ. ആളുകൾ പകലിൽ ഉറങ്ങും, രാത്രിയിലോ ഉറക്കൊഴിച്ചിട്ട് അങ്ങോട്ട് എന്ത് ചെയ്യും, റമളാൻ്റെ ഒരു പ്രത്യേകമായ അവസ്ഥയിലാക്കും. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, മാറി നിൽക്കണം. അതിൽ നമ്മൾ മാറി നിൽക്കണം. പകൽ മുഴുവൻ നമസ്കാരമൊക്കെ നഷ്ടപ്പെടുത്തി ഉറങ്ങുക, സുബൈക്ക് ഉറങ്ങി അസറിനൊക്കെ നീക്കണ ആളുകളുണ്ട്, ളുഹർ തെറ്റി അസറും തെറ്റുന്നു, അങ്ങനെയൊക്കെ അതൊക്കെ മാറുക തന്നെ വേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ അൽ ഹിർസ് വലാ ഇഫ്താരി സ്വാഇമീൻ. ഇപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു മനസ്സിലൊരു ഐഡിയ ഉണ്ടാകുക, ഈ റമളാനിൽ ഞാൻ എന്ത് ചെയ്യും, നോമ്പ് തുറപ്പിക്കും. അത് നമ്മുടെ നാട്ടിൽ വീട്ടിൽ നമ്മൾ അയൽവാസികളെയോ ബന്ധുക്കളെയോ ജ്യേഷ്ഠാനുജന്മാരെയൊക്കെ ഇപ്പോൾ വലിയൊരു പാർട്ടി സംഘടിപ്പിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു 5 ആള് 10 ആള് അല്ലെങ്കിൽ 3 ആള് ഒരാളെങ്കിലും നമുക്ക് നോമ്പ് തുറപ്പിക്കാൻ കഴിയും. അതിനൊക്കെ വലിയ പ്രതിഫലമുണ്ട്. നമ്മുടെ തന്നെ എന്താണ് ജ്യേഷ്ഠാനുജന്മാരെയോ അയൽവാസികളെയോ കുടുംബക്കാരെയോ ഒക്കെ വിളിച്ച വലിയ കൂലിയാണ്, പ്രതിഫലമാണ് കിട്ടുന്നത്. ആ വിഷയത്തിലൊക്കെ ഹദീസുകൾ വന്നിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ പറയാണെന്ത്, മൻ ഫത്തുറ സായിമൻ കാന ലഹു മിസ്ല അജ്രി സൗമിഹി ഗൈറ അന്നഹു ലാ യൻഖുസു മിൻ അജ്രി സ്വായിമി ഷൈ. വലിയ പ്രതിഫലമാണ്. ഒരു നോമ്പുകാരന് എത്ര പ്രതിഫലം കിട്ടുമോ എത്ര നമുക്ക് അറിഞ്ഞുകൂടാ, അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. ആ വലിയ പ്രതിഫലം അവനൊട്ടും കുറയാതെ തന്നെ നിനക്ക് ലഭിക്കുന്ന. പ്രിയമുള്ളവരെ, നമ്മളോ ആളുകെന്താ, ഒരു ചടങ്ങ് എന്നുള്ള നിലക്കല്ല, ഇത് അല്ലാഹു തആല ഇഷ്ടപ്പെടുന്ന കാര്യമാണ്, നന്മയാണ്. മലായിക്കത്തുകൾ രേഖപ്പെടുത്തും, ആഖിറത്തിലെ നന്മയുടെ തുലാസിൽ ഘനം തൂങ്ങും എന്നുള്ള വിചാരത്തോടു കൂടെ നമ്മൾ നോമ്പ് തുറപ്പിക്കാൻ നമ്മൾ ആ ഒരു ഉദ്ദേശം ഉണ്ടാകേണ്ടതുണ്ട്. പിന്നെ പറയാൻ അൽ ഇക്സാറു മിൻ തിലാവത്തിൽ ഖുർആനിൽ കരീം, പരിശുദ്ധ ഖുർആനിന്റെ പാരായണം വർദ്ധിപ്പിക്കുക. വതദബ്ബുരിഹി മആനിഹി, ആ ഖുർആന്റെ ആയത്തുകളുടെ അർത്ഥങ്ങൾ ആശയങ്ങൾ ചിന്തിക്കുക. ഓരോ ആയത്തൊക്കെ ഇങ്ങനെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ വെള്ളിയാഴ്ച അൽ കഹ്ഫൊക്കെ പാരായണം ചെയ്യാറില്ലേ, അതിൽ പറയണില്ലേ അൽ കിതാബ്, കിതാബ് നന്മ തിന്മയുടെ ആ ഗ്രന്ഥങ്ങൾ പിന്നെ പരലോകത്ത് ഇങ്ങനെ വെക്കപ്പെട്ടാൽ ആളുകൾ ചോദിക്കാണ്, എൻ്റെ നാശമേ, ഇതില് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറ, ഒരു ചെറുതും വലുതൊന്നും വിട്ടുപോയിട്ടില്ലല്ലോ, എല്ലാതും ഇതിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ടല്ലോ
എന്ന് അവിടുന്ന് ഖേദിച്ച് ദുഃഖിച്ച് പറയുന്നൊരവസ്ഥ. ഇതൊക്കെ ഇങ്ങനെ നമ്മൾ ആലോചിക്കണം. ഖുർആന്റെ ഓരോ ആയത്തുകൾ ഇങ്ങനെ കേൾക്കുമ്പോൾ അതിൻ്റെ അർത്ഥമൊക്കെ നമ്മൾ ചിന്തിക്കണം, ആലോചിക്കണം. അതാ പറയുന്നത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, നിങ്ങളിൽ ഉത്തമരായ ആളുകൾ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാകുന്നു എന്ന്. പ്രിയമുള്ള സഹോദരങ്ങളെ, അടുത്തതായിട്ട് പറയാണ് ഹിഫ്ലുൽ ലിസാൻ വബഖിയത്തുൽ ജവാരിഹ്, നാവിനെ സംരക്ഷിക്കുക. നാവിനെ ആരും ആക്രമിക്കാനൊന്നും വരുന്നില്ല, പിന്നെന്തിനാ സംരക്ഷിക്കുന്നത്? നാവ് കൊണ്ട് മറ്റ് പല ആളുകളെയും നമ്മൾ ആക്രമിക്കാൻ സാധ്യതയുണ്ട്, അല്ലേ? ചീത്ത പറഞ്ഞും ആക്ഷേപിച്ചും പലതരം പേരുകൾ വിളിച്ചും ഒക്കെ. അപ്പോൾ അതൊക്കെ നിയന്ത്രിക്കണം. നാവ് മാത്രമല്ല, ശരീരത്തിൻ്റെ മുഴുവൻ അവയവങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നിയന്ത്രിക്കണം. പിന്നീട് പറയാണ് നസ്തഖ്ബിലു ശഹ്റ റമളാൻ ബിഹുസ്നിൽ ഖുൽഖ്, സൽസ്വഭാവം കൊണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ മുമ്പിൽ കുട്ടികൾ വരികയാണ്, ഭാര്യ വരികയാണ്, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾ വരികയാണ്. അപ്പോൾ വിശപ്പുണ്ടാകും, ക്ഷീണമുണ്ടാകും, കോപിക്കുക, ക്ഷമ വിട്ട് പെരുമാറുക, ഇതൊന്നും പാടുള്ളതല്ല. ഹുസ്നുൽ ഖുൽഖ്, നല്ല സ്വഭാവത്തോടു കൂടെ ആയിരിക്കണം നമ്മൾ റമളാനിൽ കഴിയേണ്ടത്. പിന്നെ ദുആ വർദ്ധിപ്പിക്കുക. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തവഫനാ മുസ്ലിമീൻ വഅൽഹിഖ്നാ ബിസ്വാലിഹീൻ. റബ്ബന ഇന്നനാ ആമന്നാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വഖിനാ അദാബന്നാർ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. സല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി.